ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? 2ാം ക്ലാസ്സിലെ ഇന്റഗ്രേഷൻ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, ആൻസേഴ്സ് നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG മുതൽ LKG UKG ക്ലാസ്സസ് ഒക്കെ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡേ ഇവാലുവേഷൻ ഇന്റഗ്രേഷൻ ഡേ 1 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിറം നൽകാം എന്നുള്ളതാണ്. നിറം നൽകാം എന്നതിൽ ബാക്കി പാർട്ട് ഉണ്ട്. ഫസ്റ്റ് നമുക്കുള്ളത് പ്രവർത്തനം 1 തുടങ്ങുന്നതിന് മുൻപ് നിറം നൽകാനാണ്. ഇവിടെ ആനയുണ്ട്, അറിയാം, ആനമൂപ്പൻ, അണ്ണാൻ, ഇതൊക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ അവർ ഇങ്ങനെ കിളിയുണ്ട്, നടന്നു പോവുകയാണ്. അപ്പൊ അതിൽ പ്രവർത്തനം 1 എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, വായിക്കാം, എഴുതാം. മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിപ്പോയി. കാട് ശാന്തമായി. അണ്ണാൻ കുഞ്ഞിനെയും പുറത്തേറ്റി ആനമൂപ്പൻ പിന്നെയും നടക്കാൻ തുടങ്ങി. നമുക്ക് അങ്ങേ മലയുടെ ചരിവിൽ പോകാം, അണ്ണാൻ കുഞ്ഞ് ഉത്സാഹത്തോടെ പറഞ്ഞു. പൊടുന്നനെ ആനമൂപ്പൻ നിന്നു. തുമ്പിക്കൈ ഉയർത്തി ചുറ്റിലും മണം പിടിച്ചു. എന്തൊരു സുഗന്ധം! എവിടെന്നാണ് ഈ വിശേഷപ്പെട്ട മണം? സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തണം. അവർ കാട് മുഴുവൻ അരിച്ചുപെറുക്കി. ഒടുവിൽ ഇരുവരും കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ ആനമൂപ്പനും അണ്ണാനും എവിടെ എത്തി? നമ്മുടെ കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. കാട് ശാന്തമായത് എപ്പോൾ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. എപ്പോഴാണ്? മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനം കൊണ്ട് ഓടിപ്പോയപ്പോൾ. അപ്പൊ ഇവിടെ എന്താ എഴുതാനുള്ളത്? മൃഗങ്ങളെ പേടിച്ച്, ഒന്നാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് എഴുതാനുള്ളത് എന്താണ്? മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിപ്പോയപ്പോൾ. മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിപ്പോയപ്പോഴാണ് കാട് ശാന്തമായത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? കാട് ശാന്തമായത് എപ്പോൾ? മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിയപ്പോൾ. എല്ലാവരും എഴുതിയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആനമൂപ്പൻ മണം പിടിച്ചത് എങ്ങനെ? ആനമൂപ്പൻ എങ്ങനെയാ മണം പിടിച്ചത്? ആനമൂപ്പൻ നിന്നു, തുമ്പിക്കൈ ഉയർത്തി ചുറ്റിലും മണം പിടിച്ചു. അപ്പൊ ആനമൂപ്പൻ എങ്ങനെയാ മണം പിടിച്ചത്? തുമ്പിക്കൈ ഉയർത്തി. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? തുമ്പിക്കൈ ഉയർത്തി എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, സുഗന്ധത്തിന്റെ ഉറവിടം തേടി അവർ എത്തിച്ചേർന്നത് എവിടെ? സുഗന്ധത്തിന്റെ ഉറവിടം തേടി എവിടെ എത്തിച്ചേർന്നു? കേശൻ രാജാവിന്റെ പൂന്തോട്ടത്തിൽ, കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ. കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലാണ് മൂന്നാമത്തെ ഉത്തരം. കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലാണ് ശരിയായ ഉത്തരം. കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ. കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ആണ് ശരിയായ ഉത്തരം. ഓക്കെ. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? നാലാമത്തെ ചോദ്യം, പെട്ടെന്ന് എന്ന പദത്തിന് പകരമുള്ള പദം ഏത്? പെട്ടെന്ന് എന്ന പദത്തിന് പകരമുള്ള പദം. പൊടുന്നനെ ആനമൂപ്പൻ നിന്നു. അപ്പോൾ എന്താണ്? പൊടുന്നനെ. പെട്ടെന്ന് എന്നതിന് ഏത് വാക്കാണ്? പൊടുന്നനെ. എന്താണ്? പെട്ടെന്ന് എന്നതിന് പകരമുള്ള പദം പൊടുന്നനെ എന്നതായിരുന്നു. പൊടുന്നനെ. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം,
അവർ കാട്ടിലാകെ തിരഞ്ഞത് എന്താണ്? അവർ കാട്ടിലാകെ തിരഞ്ഞത് എന്താണ്? സുഗന്ധത്തിന്റെ ഉറവിടം. സുഗന്ധത്തിന്റെ ഉറവിടം. സുഗന്ധത്തിന്റെ ഉറവിടമാണ് അവർ കാട്ടിലാകെ തിരഞ്ഞത്. അപ്പൊ 5 ചോദ്യങ്ങളും ഉത്തരം കറക്റ്റായിട്ട് എഴുതിയില്ലേ? എഴുതിയല്ലോ. അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് ഹൗ മെനി ഫ്രൂട്ട്സ്, എത്ര ഫ്രൂട്ട്സ് എന്നാണ്. ഓൺ ദെയർ വേ ബാക്ക് ഫ്രം ദ ഗാർഡൻ ഓഫ് കിങ് കേശൻ, കേശൻ രാജാവിന്റെ പൂന്തോട്ടത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ദേ റീച്ച് ദ പ്ലാന്റൈൻ ഗാർഡൻ ഓഫ് ദ കിങ് ഓഫ് കതിരണി ദേശം. കതിരണി ദേശത്തിലെ രാജാവിന്റെ ഗാർഡനിൽ എന്താണ്? പ്ലാന്റൈൻ, വാഴത്തോട്ടം നട്ടിരിക്കുകയാണ്. ദ കിങ് ഗേവ് ദം എ ബഞ്ച് ഓഫ് ബനാനാസ്. ആ കിങ് എന്ത് ചെയ്തു? അവർക്ക് ബഞ്ച് ഓഫ് ബനാനാസ്, അറിയാലോ നമ്മുടെ ബനാന നൽകി. ബനാന നൽകി. There are 85 ബനാനാസ് ഇൻ ദ ബഞ്ച്. അതിന്റെ ആ ഒരു കുലയിൽ എത്ര ഉണ്ടായിരുന്നു? 85 ബനാനാസ് ഉണ്ടായിരുന്നു. 85 ബനാന ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് ദം 42 ആർ അതിൽ 42 പഴുക്കാത്തതാണ്. ഹൗ മെനി ആർ ദ റൈപ്പ് വൺസ്, എന്നാൽ പഴുത്തത് എത്ര? 85 ബനാന ഉണ്ടായിരുന്നു. ഹൗ മെനി ബനാനാസ്? 85 ബനാനാസ് ഉണ്ടായിരുന്നു. അതിൽ എത്ര എണ്ണമാണ് പഴുത്തത്? 42 ആണ് പഴുത്തത്. ഇനി പഴുക്കാത്തത് 42 ആണ് പഴുക്കാത്തത്. പഴുത്തത് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് കുറച്ചാൽ മതി. 5 2 പോയാൽ എത്രയാണ്? 5 2 പോയാൽ 3 ആണ്. 8 4 പോയാൽ എത്രയാണ്? 8 4 പോയാൽ 4 ആണ്. ഓക്കെ, ശരിയായിട്ട് കിട്ടിയ ഉത്തരം ശരിയാണോ? യെസ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ആക്ടിവിറ്റി 2 ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്തെന്താണെന്ന് നോക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് ബനാനാസ് ഇൻ ഡിഫറെന്റ് വേസ്. ഈ 85 ബനാനാസിന് പല രീതിയിൽ എഴുതുക. അപ്പോൾ 90 മൈനസ് 5 ആണ് 85. 90 മൈനസ് 5 ആണ് 85. ഇനി 8 10s 5 1s ആണ് 85. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? 80 പ്ലസ് 5 ആണ് 85. എഴുതിക്കൂടെ? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 40 പ്ലസ് 45 ആണ് 85. ഇത് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, ഇപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയില്ലേ? യെസ്. അപ്പൊ ഇതായിരുന്നു പ്രവർത്തനം 2. ഇനി മൂന്നാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. ഇലവിശേഷം. മൂന്നാമത്തെ പ്രവർത്തനം ഇലവിശേഷം. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ആനമൂപ്പൻ ഒരു വാഴയില ഒടിച്ചെടുത്ത് അണ്ണാൻ കുഞ്ഞിനും മീതെ കുടയായി പിടിച്ചു. ഇലകൾ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണല്ലേ? താഴെ കൊടുത്ത ഇലകൾക്ക് നേരെ ഓരോ ഉപയോഗം എഴുതുക. ടീച്ചർ ഇന്നലെ ഇത് പഠിപ്പിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? താഴെ കൊടുത്ത ഇലകൾക്ക് നേരെ ഓരോ ഉപയോഗം എഴുതുക. വാഴയില നമുക്ക് എന്ത് ചെയ്യാം? ആഹാരം കഴിക്കാൻ ഉപയോഗിക്കാം, കുടയായി ഉപയോഗിക്കാം. വാഴയില നമുക്ക് ആഹാരം കഴിക്കാൻ എന്തുപയോഗിക്കാം? വാഴയില ഉപയോഗിക്കാം. തുളസിയില എന്തായിട്ട് ഉപയോഗിക്കാം? ഔഷധം. തുളസിയില ഔഷധമായി ഉപയോഗിക്കാം. ചീരയിലയോ കറികൾ വയ്ക്കാൻ ഉപയോഗിക്കാം, ആഹാരമായി ഉപയോഗിക്കാം. ഓക്കെ, കറി വയ്ക്കാനെന്ന് എഴുതിയാലും ശരിയാണ്. ചെമ്പരത്തിയില എന്തായിട്ട് ഉപയോഗിക്കാം? താളിയായി ഉപയോഗിക്കാം. തെങ്ങോല എന്തിനു ഉപയോഗിക്കാം? തെങ്ങോല കൊണ്ടുള്ള എന്താണ്? ഓല മേയുക, അതായത് വീട് മേയാൻ വേണ്ടി ഉപയോഗിക്കാം. കളിപ്പാട്ടം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. വീട് മേയാൻ, കളിപ്പാട്ടം നിർമ്മിക്കാൻ, ഇതൊക്കെ എന്ത് ചെയ്യാം? തെങ്ങോല ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പൊ എല്ലാവരും ശരിയായിട്ട് എഴുതിയോ? മൂന്നാമത്തെ പ്രവർത്തനം ശരിയായിട്ട് എഴുതിയോ? ഇനി നാലാമത്തത് നോക്കാം. കടങ്കഥ പയറ്റാണേ. ആനമൂപ്പനും അണ്ണാൻ കുഞ്ഞും തമ്മിൽ വാശിയേറിയ കടങ്കഥ പയറ്റ് നടക്കുകയാണ്. കടങ്കഥകൾക്ക് ഉത്തരം നൽകാൻ അവരെ സഹായിക്കാമോ? അപ്പോൾ ആന ചോദ്യം ചോദിക്കുകയാണ്, അണ്ണാൻ ഉത്തരം പറയുന്നു. അടുത്ത അണ്ണാൻ ചോദിക്കും, ആന ഉത്തരം പറയും. അങ്ങനെയാണ്. ആന ചോദ്യം ചോദിക്കുകയാണ്. കാറ്റുകുടിക്കും പെരുവയറൻ, കാറ്റിൽ പാറും കുടവയറൻ. കാറ്റുകുടിക്കും പെരുവയറൻ, കാറ്റിൽ പാറും കുടവയറൻ. ആരാണ്? ദാ അണ്ണാൻ ഉത്തരം പറയാൻ റെഡിയായി. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? എന്താണ് ഉത്തരം? ബലൂൺ. ഉത്തരം എന്താണ്? ബലൂൺ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം അണ്ണാൻ ചോദിക്കുകയാണ്. വെള്ളിക്കിണ്ണത്തിൽ ഞാവൽ പഴം. വെള്ളിക്കിണ്ണത്തിൽ ഞാവൽ പഴം. ഉത്തരം എന്താണ്? കണ്ണ്. ഉത്തരം കണ്ണ്. ശരിയായിട്ട് എഴുതിയായിരുന്നോ? മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിൽ ഇരിക്കും ഞാൻ,
വെള്ളം തൊട്ടാൽ മായും ഞാൻ ഞാനാരെന്ന് പറയാമോ? കടലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, അടുക്കളയിലാണ് ഇരിക്കുന്നത്. എന്താ ഉത്തരം? ഉപ്പ്. ഉത്തരം എന്താണ്? ഉപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നമർത്തിയാൽ കണ്ടതെല്ലാം ഉള്ളിലാക്കും. ആനയാണ് ഉത്തരം പറയേണ്ടത്. ആനമൂപ്പനാണ്. അണ്ണാൻ ചോദിച്ചു, ഒന്നമർത്തിയാൽ കണ്ടതെല്ലാം ഉള്ളിലാക്കും. ഉത്തരം എന്താണ്? ക്യാമറ. ഉത്തരം എന്തായിരുന്നു? ക്യാമറയാണ് ഉത്തരം. ഓക്കെ, ഇപ്പൊ എല്ലാവരും ശരിയായി ഉത്തരം എഴുതിയല്ലോ. ഇനി ഇതിൽ നിന്ന് ഒരു ചോദ്യം കൂടെയുണ്ട്. മീൻ ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ നിർമ്മിക്കുക. മീൻ ഉത്തരമായി, അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. വെള്ളം കണ്ടാൽ ഓടും ഞാൻ, കരയിലിട്ടാൽ എന്താണ്, ചാവും ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, എല്ലാവരും എഴുതിയില്ലേ? അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റി ആണേ. ഹൂ ഈസ് ഹൈഡിങ്? ആരാണ് ഒളിച്ചിരിക്കുന്നത്? They saw a friend in a pond on the forest. Who is that? അവർ ഫോറസ്റ്റിലെ പോണ്ടിൽ കുറച്ച് കൂട്ടുകാരെ കണ്ടു. അവർ ആരെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഉത്തരം കാണണമെങ്കിൽ ദാ ഇവിടെ എന്ത് ചെയ്യണം? Find the answers, give same color to the boxes with the same answers and find the friend. ചില ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം കിട്ടും, അതിന് ഒരേ കളർ നൽകുക. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ആൻസർ കിട്ടിയവർക്ക് ഒരേ കളർ കൊടുക്കുക. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്തായിരുന്നോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? 60 + 7 എത്രയായിരുന്നു? 67. ശരിയായി ഉത്തരം കിട്ടിയോ? 60 + 7 67. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? 33 + 33. 33 + 33 എത്രയാണ്? 66. ഓക്കെ, 66 തന്നെയാണോ ആൻസർ കിട്ടിയേ? മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇപ്പൊ ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം 67, 66, 50 + 70 എന്താ വരിക? 67. 67 ഉത്തരം കിട്ടിയോ? നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 40 + 37. 40 + 37 ഉത്തരം എന്തായിരുന്നു? 77. 40 + 37 77. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 30 + 40. ഉത്തരം എന്താ? 70. അടുത്ത ചോദ്യം 34 + 33. 34 + 33 ഉത്തരം എന്താണ്? 67. 7ാമത്തെ ചോദ്യം 21 + 46. 7 6 67. അപ്പോൾ 67 ഉത്തരം കിട്ടിയത് ഏതിനൊക്കെയാണ്? 3ക്ക്, 6ന്, 7ന്. അതിനെല്ലാം ഒരേ കളറാണ് നൽകാനുള്ളത്. അപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കുന്ന കൂട്ടുകാരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 88 - 21. 88 - 21 ഉത്തരം എന്താണ്? 7 6. ഇവിടെ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടിയത് 67 ആണ് അല്ലേ? അപ്പോൾ 67 കിട്ടിയതിനെല്ലാം എന്ത് ചെയ്യണം? ഒരേ കളർ കൊടുക്കണം. 67 കിട്ടിയതിന് ഒരേ കളർ കൊടുക്കാം. ഇവിടെ ഗ്രീൻ കളർ കൊടുക്കാം, ഇവിടെ ഗ്രീൻ കളർ കൊടുക്കാം, ഇവിടെ ഗ്രീൻ കളർ കൊടുക്കാം, ഇവിടെ ഗ്രീൻ കളർ കൊടുക്കാം. അപ്പൊ ഇതിനെല്ലാം ഒരേ നിറം. ഓക്കെ, അടുത്ത് ഇവിടെ നോക്കിയേ. അടുത്ത് ഒരു കളർ കിട്ടിയതിന് അടുത്ത് ഒരേ നിറം. 66 ആണെങ്കിൽ ഇവിടെ ഒരേ നിറം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഉത്തരം കിട്ടും. എന്താണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്, ഏത് ഫ്രണ്ടാണ് ഒളിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ 67 ആണ് ആൻസർ വന്നത്. 67 ആൻസർ വന്നു. ഇവിടെ 67 ആൻസർ വന്നു. ഇവിടെ 67 ആൻസർ വന്നു. ഇവിടെ 67 ആൻസർ വന്നു. അപ്പൊ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരേ നിറമാണ് കൊടുക്കാനുള്ളത്. ഇതിനെല്ലാം ഒരേ നിറം കൊടുക്കണം. അപ്പൊ നമുക്കൊന്ന് നിറം കൊടുത്ത് നോക്കിയാലോ? ഒരേ നിറം കൊടുത്ത് നോക്കാം, എന്താണ് കിട്ടുക നോക്കാം. ഓക്കെ, നിറം കൊടുക്കുമ്പോൾ നമുക്ക് ശരിയായ ഉത്തരം കിട്ടും. ഒരേ ഉത്തരം കിട്ടിയവയ്ക്ക് ഒരേ നിറമാണ് കൊടുക്കേണ്ടത്. ആ കോളത്തിലെല്ലാം ഒരേ നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കൊടുത്തു നോക്കാം എന്തുത്തരമാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്തുത്തരമാണെന്ന് ഐഡിയ കിട്ടിയോ?
എല്ലാവരും ഇതുപോലെ തന്നെയാണോ കളർ ചെയ്തത്? ഓക്കെ, ഇത്രയുമാണ് ഒരേ ആൻസർ വരുന്നത്. ഒരേ ആൻസർ വരുന്നതിന് കളർ കൊടുക്കുക. എന്താ ഇവിടെ വിളിച്ചിരുന്നേ? ഏത് ഫ്രണ്ടാ? ഫ്രോഗ്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും കറക്റ്റായി ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ? ഈസി അല്ലേ? എക്സാം ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്റഗ്രേഷൻ ഡേ 1 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.